ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ ഈസി ലേൺ. കേരള യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിലെ ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ സബ്ജക്റ്റായ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഈ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഈ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ സംബന്ധിച്ച് ബികോം ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഒരു മേജർ സബ്ജക്റ്റേ പഠിക്കാനുള്ളൂ. അതാണ് ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത് 2 മൈനർ ഉണ്ട്, ഒരു MDC ഉണ്ട്, 2 AEC. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയാണ്? ഒരു മേജർ, 2 മൈനർ, ഒരു MDC, 2 AEC. ഈ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് സെം പോകുന്നത്. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്നല്ല, കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഈ ഫസ്റ്റ് സെമ്മിനെ പറ്റി മാത്രം പോരാ കേട്ടോ. ഈ 4-ഇയർ ഡിഗ്രി ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിയും 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതൊരിക്കലും ഫസ്റ്റ് സെം മാത്രമായിട്ട് അറിഞ്ഞാൽ പോരാ, എല്ലാ സെമസ്റ്ററിലെ എല്ലാ കോഴ്സിനെ പറ്റിയും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഓരോ സെമ്മ് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് കുറേ സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് സെമ്മിൽ ഞാൻ പറഞ്ഞു ഒരു മേജറേ ഉള്ളൂ. ആ മേജർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് പഠിച്ചേ പറ്റൂ, യൂണിവേഴ്സിറ്റി പറയും. ഓക്കെ, പക്ഷേ ഈ മൈനറും MDCയും എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ ഓരോ സെം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മുൻകൂട്ടി നേരത്തേക്ക് അറിഞ്ഞ് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും പറയുന്നു, 4-ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്താണ്, ഓരോ സെമ്മിലും എനിക്ക് ഏതൊക്കെ കോഴ്സുകൾ പഠിക്കാനുണ്ട്, ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഓരോ കോഴ്സും സെലക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ശരിക്കും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും പറയുവാണ്, നമുക്കൊരിക്കലും എല്ലാ സെമ്മിലെ എല്ലാ സബ്ജക്റ്റും ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. നിങ്ങൾ വേണം നിങ്ങളുടെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സെമസ്റ്ററിനെ പറ്റിയും മുൻകൂട്ടി ഒരു ധാരണ ഉള്ളത് നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യത്തില്ല. ഇത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കോഴ്സാണ്. നമ്മളിപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ 2023 വരെയുള്ള ഈ 3-ഇയർ ഡിഗ്രി കോഴ്സ് ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇതിന്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം 4-ഇയർ ഡിഗ്രി എന്ന് പറയുന്നത് 3-ഇയർ ഡിഗ്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടൊരു കോഴ്സാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിനെ പറ്റി വ്യക്തമായ ധാരണ വരുത്തണം. എങ്കിൽ മാത്രമേ ഈ സബ്ജക്റ്റൊക്കെ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊരു വ്യക്തത വരും. അപ്പോൾ ആ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുക, ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റിലേക്ക്, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ മേജറായിട്ട് പഠിക്കാൻ. നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഈ ഒരു സബ്ജക്റ്റ് മാത്രമേ മേജറായിട്ട് പഠിക്കാനുള്ളൂ. ഈ മേജർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരേ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പഠിക്കാൻ വരുന്നത് ബികോം ആണെങ്കിൽ പോലും ഫസ്റ്റ് സെമ്മിൽ ഒരു കൊമേഴ്സ് സബ്ജക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അതാണ് ഈ പറയുന്ന മേജർ സബ്ജക്റ്റായ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെയാണ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കേണ്ടത്. കാര്യം മൈനർ എന്ന് പറയുന്നതും MDC എന്ന് പറയുന്നതുമെല്ലാം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതുപോലെ ഓരോ സെമ്മ് മുന്നോട്ട് പോകുമ്പോഴും സെക്കൻഡ് സെം തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതെല്ലാം ഞാൻ ഓൾറെഡി ഇട്ട ക്ലാസ്സിലുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആദ്യം നിങ്ങൾ 4-ഇയർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടും, എൻ്റെ മേജർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, എനിക്ക് ഏതൊക്കെയാണ് മൈനർ, എൻ്റെ MDC ഏതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും, AEC ഏതൊക്കെ വരും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുറേ കാര്യങ്ങളുണ്ട്, വാല്യൂ അഡീഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് 4-ഇയർ ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സെമ്മിലെ ഫസ്റ്റ് മേജർ സബ്ജക്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇവിടെ നമുക്ക് 5 മൊഡ്യൂളായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ പറയട്ടെ, നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ബികോം എന്ന് പറയുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, നോൺ കൊമേഴ്സ് സ്റ്റുഡൻസിനും പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ടിങ് എന്നൊരു ടേം കുറച്ച് പേടി സ്വപ്നമായിരിക്കും. ആർക്ക്? ഈ നോൺ കൊമേഴ്സുകാർ ആവശ്യമില്ലാത്ത പേടിയെന്ന് ഞാൻ പറയും. അക്കൗണ്ടിങ്ങിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ അക്കൗണ്ടിങ് പേപ്പർ എന്ന് പറയുന്നത് വെറും ബേസിക്സ് ആണ്. ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും തന്നെ പഠിക്കാനില്ല. ഫസ്റ്റ് സെമ്മിൽ നമ്മളീ പഠിക്കുന്ന അക്കൗണ്ടിങ് പേപ്പർ വെറും ബേസിക്സ് ആണ്. നമ്മുടെ സിലബസ് തന്നെ ശരിക്കും ബേസിക്സ് ആണ്. പക്ഷേ എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി ഒരു +1 ലെവലിൽ ഞാൻ എടുക്കാം. കാര്യം നോൺ കൊമേഴ്സുകാരെ സംബന്ധിച്ച് അവർക്ക് അല്ലെങ്കിൽ പലതും മനസ്സിലായെന്ന് വരത്തില്ല. അപ്പം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഈ 5 മൊഡ്യൂളും കൃത്യമായിട്ട് ഒരു +1 സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടത് ആ ലെവലിലേക്ക് ഏറ്റവും ബേസിക് ലെവൽ, സിലബസ് തന്നെ ബേസിക് ആണെങ്കിലും ഞാൻ ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങും, കുറച്ചുകൂടി ബേസിക് ആയിട്ട് പഠിപ്പിക്കും. കാര്യം ഇപ്പോൾ സിലബസ് അനുസരിച്ച് നമുക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലാണ് തുടങ്ങുന്നത്.
പക്ഷേ എൻ്റെ ക്ലാസ് അനുസരിച്ച് ഞാൻ ആദ്യം അക്കൗണ്ടിങ് എന്താണെന്ന് പഠിപ്പിക്കണം, ചില ടേംസ് പഠിപ്പിക്കണം, അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിപ്പിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കവേർഡ് ആയിരിക്കും. അപ്പോൾ നോൺ കൊമേഴ്സ് സ്റ്റുഡൻസ് സയൻസുകാരൊക്കെ പറ്റിയാണ് പറയുന്നത്. അവർ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു പേപ്പർ, ഈ അക്കൗണ്ടിങ് പേപ്പർ ഒരു +1 കൊമേഴ്സുകാരൻ, +1 ഒരു കൊമേഴ്സുകാരൻ എങ്ങനെയാണോ പഠിച്ചു വരുന്നത് ആ രീതിയിൽ അത്രയും ബേസിക് ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്, ഞാൻ ജസ്റ്റ് മൊഡ്യൂൾസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് റൂൾസാണ്. ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തുടങ്ങി അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് റൂൾസാണ്. പക്ഷേ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് എന്താണെന്നും ബേസിക് ആയിട്ടുള്ള ചില ടേംസ് ഒക്കെ ഉണ്ട്. ആരാണ് ഒരു ഓണർ, എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഒരു അസറ്റ്, എന്താണ് ഫിക്സഡ് അസറ്റ്, എന്താണ് കറണ്ട് അസറ്റ്, എന്താണ് ഈ ലൈബിലിറ്റി തുടങ്ങിയ ബേസിക് ടേംസുകളുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് മതി ഈ പറയുന്ന കോൺസെപ്റ്റൊക്കെ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 2, 3 എണ്ണി നടക്കാം. ഏറ്റവും ബേസിക് തൊട്ട് തുടങ്ങാം. പിന്നീട് നമുക്കിതിനകത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, കുറേ ടേംസാണ്, കുറേ ടേംസ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടുന്ന ഏറ്റവും ബേസിക് കാര്യം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ബേസിക് കാര്യങ്ങളാണ് ഈ പറയുന്ന ക്യാപിറ്റൽ, അസറ്റ്, ലൈബിലിറ്റി തുടങ്ങിയ എല്ലാ ടേംസും പരിചയപ്പെടുത്തും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പ്യുവർ ബേസ് +1 ക്ലാസ് ആയിരിക്കും. ഒരു +1 സ്റ്റുഡൻസിന് വേണ്ടുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് അക്കൗണ്ടിങ് ക്ലാസ് ആയിരിക്കും ഈ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത്. ഓക്കെ, സിലബസ് പ്രകാരം രണ്ടാമത്തെ മൊഡ്യൂൾ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, നോൺ കൊമേഴ്സുകാരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളായിട്ട് ആ ഡിപ്രീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് ഡെബിറ്റ്, ക്രെഡിറ്റ്, ജേണൽ, ലെഡ്ജർ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഞാനത് പഠിപ്പിച്ചിരിക്കും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്താണ് ഡെബിറ്റ്, ക്രെഡിറ്റ്, അതിൻ്റെ റൂൾസ് എന്താണ്, എങ്ങനെയാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്, ലെഡ്ജർ എങ്ങനെ വരും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കവേർഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന് ശേഷം നേരെ ഡിപ്രീസിയേഷന് പോവില്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കവർ ചെയ്യും. അപ്പോൾ ഈ സയൻസ് സ്റ്റുഡൻസിനായാലും ഹ്യൂമാനിറ്റീസിനാണെങ്കിലും ഇപ്പോൾ ഏകദേശം അക്കൗണ്ടിങ്ങിൻ്റെ പൂർണ്ണ ധാരണ വരും. കുറച്ച് ക്ലാസ്സുകൾ വേണ്ടി വരും, പക്ഷേ അത് ഞാൻ എടുത്തു തരാം. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മൾ ഈ രണ്ടാമത്തെ മൊഡ്യൂളിൽ പോകത്തുള്ളൂ. ഇവിടെ ഡിപ്രീസിയേഷൻ്റെ കേസുകൾ വരുന്നുണ്ട്, പല മെത്തേഡ്സ് പഠിപ്പിക്കാനുണ്ട്, മെത്തേഡിൻ്റെ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡിപ്രീസിയേഷൻ്റെ കാര്യങ്ങൾ പറയുന്ന മനസ്സിലാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജേണൽ, ലെഡ്ജറൊക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഡിപ്രീസിയേഷനിലോട്ട് വരുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ളത് ഫൈനൽ അക്കൗണ്ട്സ് വരും. കൊമേഴ്സുകാർക്ക് ഒരു പക്ഷേ സന്തോഷം തോന്നും, കാര്യം ഇതെല്ലാം അവർ +1 പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൊമേഴ്സുകാരെല്ലാം പഠിച്ചു എന്ന ധാരണയിലല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ക്ലാസ് എപ്പോഴും ബേസ് തൊട്ട് തുടങ്ങും. അതായത് ഒന്നും അറിയാത്ത, അക്കൗണ്ടിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു കുട്ടിക്ക് ഈ ക്ലാസ് മനസ്സിലാവണം. ആ രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഇവിടെ ഫൈനൽ അക്കൗണ്ട്സ് എന്നൊരു മൊഡ്യൂൾ വരും. അവിടെ കുറച്ച് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ +1 പഠിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ബികോമിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് 4 ഇയർ ഡിഗ്രിയിൽ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർപ്രിറ്റിംഗ് ഒക്കെ വരും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ പ്രോഫിറ്റ് കൂടാനായിട്ട് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ, നഷ്ടമാണ് സംഭവിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് നഷ്ടം സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പ്രോഫിറ്റിലോട്ട് വരാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയും കൂടെ വരും. അങ്ങനെയാണ് മൂന്നാമത്തെ മൊഡ്യൂൾ വരുന്നത്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഈ ചാരിറ്റിയൊക്കെ ഇല്ലേ, അപ്പോൾ പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്ത സ്ഥാപനങ്ങളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ നാലാമത്തെ മൊഡ്യൂൾ. എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അവിടെയും ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട് സർപ്ലസ് കൂടുന്നില്ല, എന്തുകൊണ്ട് ഡെഫിസിറ്റ് ആയിപ്പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ കൊമേഴ്സുകാർ ഭയങ്കര കോൺഫിഡൻസ് ഇരുന്നുകളല്ലേ. കൊമേഴ്സുകാർക്ക് ഓവർ കോൺഫിഡൻസ് വേണ്ട. നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണെന്നേ ഉള്ളൂ, പക്ഷേ അതുപോലല്ല പഠിക്കുന്നത്. ഡിഗ്രി ആകുമ്പോൾ +1 ടോപ്പിക്കൊക്കെ തന്നെ, പക്ഷേ പഠിക്കുന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി കൊമേഴ്സുകാരും ശ്രദ്ധ കൊടുക്കണം. ഈ ആമയും മുതൽ ഓട്ട മത്സരം പോലെ ആവരുത്. അവസാനം ആമ ജയിച്ചങ്ങ് പോവും. അതായത് ഈ കൊമേഴ്സുകാർക്ക് പൊതുവേ ഇത്തിരി ഒരു ഓവർ കോൺഫിഡൻസ് വരും. ഇതൊക്കെ +1 ഞാൻ കണ്ടതാ, ഇതൊക്കെ ഇത്രയേ ഉള്ളെന്ന് വിചാരിക്കല്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആവില്ല വരുന്നത്. നമുക്കിവിടെ ഇൻ്റർപ്രിട്ടേഷനോട് കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നോൺ കൊമേഴ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങി കൊമേഴ്സുകാർക്ക് പോലും വേണ്ടുന്ന ഈ ഇൻ്റർപ്രിട്ടേഷൻ വരെ നമ്മൾ ക്ലാസ് എടുത്ത് വരും. ഓക്കെ, അഞ്ചാമത്തെ മൊഡ്യൂൾ, ഇതും ശരിക്കും നമ്മൾ +1 പഠിക്കുന്ന തന്നെ കൊമേഴ്സുകാർ.
ഡബിൾ എൻട്രിയിൽ നിന്ന് മാറി സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയും. ഓക്കെ, ഇതൊന്നും കേട്ട് നോൺ കൊമേഴ്സുകാരെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഞാൻ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളും ഞാൻ അധികമായിട്ട് പഠിപ്പിക്കുമെന്ന് പറയുന്ന ഡെബിറ്റ്, ക്രെഡിറ്റ്, അതിൻ്റെ റൂൾസ്, ജേണൽ, ലെഡ്ജർ, ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഓക്കെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് പേരെങ്കിലും നമുക്കൊരു ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങാണ് വരുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തോന്നും എല്ലാം അങ്ങ് തിയറി ആണെന്ന്. ഒരിക്കലും അങ്ങനല്ല. ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞാൽ ബാക്കി എല്ലാം പ്രോബ്ലംസ് ആണ്. ഓക്കെ, അവിടെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ആസ് എ 4 ഇയർ ഡിഗ്രി സ്റ്റുഡൻറ്റ് 4 ഇയർ ഡിഗ്രി എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കാം. അടുത്തതായിട്ട് നോൺ കൊമേഴ്സുകാർ ഒരു തരത്തിലും ടെൻസ്ഡ് ആവേണ്ട, അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റ് നിങ്ങൾ എനിക്ക് വിട്ടു തന്നേക്കുക. ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ 5 മൊഡ്യൂളും 10% ബേസിക് ലെവലിൽ നിന്ന് ഫുള്ള് ഫ്രീ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ പെർഫെക്റ്റ്ലി, നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന് അപ്പുറത്തൊന്നും വേണ്ടി വരത്തില്ല. ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് പഠിച്ച കാര്യങ്ങളും നിങ്ങൾക്കിവിടെ കവർ ചെയ്ത് കിട്ടിയിരിക്കും. സിലബസ് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, അതിൽ കൂടുതലായിട്ട് ഞാൻ പഠിപ്പിക്കും. ഇപ്പോൾ സിലബസ് അനുസരിച്ച് ജേണൽ ലെഡ്ജറും കാണത്തില്ലെങ്കിലും എനിക്കത് പഠിപ്പിച്ചേ പറ്റൂ. കാര്യം ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്ത ഒരാളോട് ഞാൻ പോയി ഡിപ്രീസിയേഷൻ്റെ മൊഡ്യൂളിൽ അത് ഡെബിറ്റ് ചെയ്, അത് ക്രെഡിറ്റ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കൊമേഴ്സുകാർ അല്ലാത്തവരോടായി സംസാരിക്കുന്ന. ഇനി കൊമേഴ്സുകാർക്കും അക്കൗണ്ടിങ്ങിനകത്ത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടിങ് കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ ഈ ബേസിക്കിൻ്റെ അത് വേണം. കൊമേഴ്സുകാർക്ക് എല്ലാം അറിയാമെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ക്ലാസ്സുകളായിരിക്കും 5 മൊഡ്യൂളും ഫുള്ള് ഫ്രീ ആയിട്ടായിരിക്കും. 10% മൊഡ്യൂൾ കവർ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ് മുതൽ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ഓരോ ക്ലാസ്സുകളായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സയൻസുകാർ വീണ്ടും പറയുന്നു, നിങ്ങൾ ആവശ്യമില്ലാതെ പേടിക്കരുത്. ഈ കൊമേഴ്സുകാരോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആവശ്യമില്ലാതെ അവരെ പറഞ്ഞ് പേടിപ്പിക്കരുത്. അക്കൗണ്ടിങ് ഭയങ്കര പാടാണ്, ഒരു രക്ഷയില്ല, അവിടെ ഡെബിറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഉണ്ട്. അവർ ഈ ഫിസിക്സും കെമിസ്ട്രിയും കണ്ടിട്ട് വന്നവരാ. അപ്പോൾ അവർക്ക് ഇതൊന്നും വലിയ പേടിയൊന്നുമില്ല. നിങ്ങൾ പേടിപ്പിക്കാതിരുന്നാൽ മതി. എളുപ്പമാണെന്നങ്ങ് പറഞ്ഞാൽ മതി. കാര്യം അത് എളുപ്പമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ കൊമേഴ്സുകാരെയാണ്. അവരാവശ്യമില്ലാതെ അക്കൗണ്ടിങ് പേടിക്കും. ഒരു പേടിയും വേണ്ട, ബേസിക്സ് തൊട്ട് തന്നെ സിലബസിലുണ്ട്. ഓക്കെ, അതായത് +1 തൊട്ട് തന്നെ സിലബസിലുണ്ടെന്ന്. ഒരു +1 കൊമേഴ്സ് സിലബസ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും ഒക്കെ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഫസ്റ്റ് സെമ്മിലെ സിലബസ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് സെം തൊട്ടേ വരത്തോളൂ. ഓക്കെ, സോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് തുടങ്ങാം. വീണ്ടും ആവർത്തിക്കുന്നു, 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകരുത്. ഓക്കെ, എനിവേ ലേൺ ഈസി ലേണിൽ നിന്നും ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ, ഈ 4 വർഷത്തെ യാത്രയിലും ലേൺ ഈസി ലേൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ 3 ഇയർ ഡിഗ്രിയെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ 4 ഇയർ ഡിഗ്രിയിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓക്കെ.